അപ്പോൾ കായംകുളത്ത് എവിടെയായിരുന്നു യാത്രയെന്നൊക്കെ അറിയണ്ടേ? നമ്മൾ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്ത് എന്തെല്ലാം പുതിയ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് പല കാര്യങ്ങളും പറ്റും, പക്ഷേ നമ്മളതിന് സമയം കണ്ടെത്തണമെന്ന് മാത്രം. എല്ലാവർക്കും ഇന്ന് സ്ത്രീകൾക്ക് വരുമാനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആവശ്യകതയും കൂടെയാണ് അവളുടെ, അല്ലേ? നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, അല്ലെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾക്കും ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ചിലപ്പം ഉറക്കവും ഊണും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ് തസ്നിത പറഞ്ഞ് ഉറങ്ങാതെയും ഉണ്ണാതെയും ഒക്കെ നടക്കണമെന്നല്ല കേട്ടോ. ചുമ്മാ ഒരു ഉപമയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഒരു മഴയും ഒരു വെയിലും ഒരു മഞ്ഞും ഒരു പ്രശ്നങ്ങളും നമ്മൾ അലട്ടരുത്. നമുക്ക് ഈ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ വരണേ എങ്ങനെയാണ്? നമുക്ക് ഒരുപാട് സമയമുണ്ട് വീട്ടിൽ കുത്തിയിരിക്കാൻ. നമ്മൾ മക്കളുടെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റക്കാണ്. അപ്പം നാളെ ഒരു നാൾ മക്കൾ തിരിഞ്ഞു നിന്ന് ചോദിക്കരുത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനൊക്കെ സമയം ഉണ്ടായിരുന്നല്ലോ, ചെയ്തുകൂടായിരുന്നോ എന്ന്. ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. ഇത് തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകൃത ക്ലാസ്സാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് മടിച്ചാണ് പോയതെങ്കിലും ചെന്നത് ഒരുപാട് ഉപകാരപ്പെട്ടതെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. കാര്യം മില്ലറ്റ് കൊണ്ടുള്ള ഒത്തിരി ഐറ്റംസ്, അതിന് വേണ്ടിയിട്ട് ഏതെല്ലാം ജില്ലകളിൽ നിന്ന് അവിടെ നിന്ന് അക്കോമഡേഷൻ വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അറിയാതെ പോണത് നമ്മൾ മാത്രമാണ്. 2 ദിവസത്തെ ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ പോയത് കൊണ്ട് തന്നെ ഇത് കായംകുളത്ത് മുക്കട എന്ന് പറയുന്ന കൃഷ്ണപുരത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. ഇവിടെയായിരുന്നു. ഇത് നമ്മുടെ കൃഷി വിജ്ഞാപന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഞാൻ 2 ചപ്പാത്തി 2 മുട്ടയും കഴിച്ചു. കാര്യം പിന്നെ ഉച്ചക്കത്ത് അവിടെ ലഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ എല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് എന്നെ ആക്കിയിട്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. കാര്യം ഒരാൾ എന്തിനാണ് എൻ്റെ കൂടെ വെയിറ്റ് ചെയ്യുന്നത്. 1500 രൂപ ആയിരുന്നു കേട്ടോ 2 ദിവസത്തെ ഫീസ്. പക്ഷേ ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമാകാത്ത ക്ലാസ്സാണ്. നമുക്ക് അതിന് പ്രാക്ടിക്കൽ ക്ലാസ് ആണ് നാളെ വരുന്നത്. അപ്പോൾ 2 ദിവസം എന്തായാലും നല്ല അടിപൊളി ക്ലാസ്. എന്തായാലും ഫസ്റ്റ് ദിവസത്തെ എന്തായാലും പൊളിച്ച്. ആദ്യം മടിച്ചാണ് പോയതെങ്കിലും സൂപ്പറായിരുന്നു. അങ്ങനെ ഇതാണ് ക്ലാസ് എടുത്ത ജെസ്സി മേഡം. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാനുള്ള ബുക്കും പേനയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അന്നേരം കുറിച്ചെടുക്കാനും അത് തന്നെ ഫോണിൽ അത് എടുത്ത് വെക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. എത്രയോ ആൾക്കാർ അവിടെ, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളതിൽ പ്രായമുള്ള ഒരുപാട് പേര് സ്വന്തമായി വരുമാനം ഉണ്ടാക്കി ഇന്ന് നിലനിൽക്കുന്ന ഒത്തിരി സ്ത്രീജനങ്ങളെയൊക്കെ കാണാൻ പറ്റി. മാഷാ അല്ലാഹ്. അപ്പം നമ്മൾ ശ്രമിച്ചാൽ നടക്കാവുന്നൊരു കാര്യമുള്ളൂ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ഗവൺമെൻറ്റിൻ്റെ പോലും മിഷനറി കാര്യങ്ങളും ഒക്കെ നമുക്കിപ്പോൾ സപ്പോർട്ടിനുണ്ട്. പക്ഷേ അതിന് ഇറങ്ങിത്തിരിക്കണം. മറ്റുള്ള കാര്യങ്ങൾ നോക്കി വെറുതെ നമ്മുടെ സമയം കളയുന്ന നേരത്ത് ഇതിന് വേണ്ടിയിട്ട് എല്ലാം നമ്മളൊന്ന് ചെറുക്കുട്ടികളായിട്ടൊന്ന് ഇറങ്ങിയാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിത് ഫസ്റ്റ് ഒരു ഇത് കഴിഞ്ഞിട്ട് ബ്രേക്കിന് ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങി. അവരുടെ ക്യാൻറ്റീനിൽ തന്നെ നമ്മുടെ ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഉൾപ്പെടെയാണ് കേട്ടോ. അതുപോലെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നു. ബാക്കി നാളത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ നാളത്തെ വീഡിയോയിൽ കാണാൻ. നല്ല പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചക്ക് ഇതൊക്കെ മില്ലറ്റ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സാണ്. ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാനല്ല, നമ്മൾ വിപണിയിലേക്ക് ഇറക്കാനായിട്ടുള്ള പല ഐറ്റംസിൻ്റെ ക്ലാസ് ആയിരുന്നു. മാഷാ അല്ലാഹ്. എന്തായാലും പോയത് നഷ്ടമായില്ല. ഇക്കടെ നിർബന്ധത്തിനാണ് പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ്റിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും കണ്ടെത്തി നിങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ക്ലാസ്സായിരുന്നു.